ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹൈറത്തി അദ്രിക്കിനി. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. മങ്കൂസ് മൗലിദിൽ ഇമാം മഖ്ദൂം റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ സൂറത്തു തൗബയിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാഹാത്മ്യം വിവരിക്കുന്ന ആയത്ത് കൊണ്ടുവന്നു. ആ ആയത്തിൽ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സൂറത്തു തൗബയുടെ അവസാന ഭാഗത്തെ ആയത്താണ്. മുഅ്മിനീങ്ങളോട് റഉഫത്തും റഹ്മത്തും കൃപയും കാരുണ്യവുമുള്ള ആളാണ് തങ്ങൾ എന്ന പരാമർശം വന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു മുഅ്മിനീങ്ങളോട് റഅഫത്തും റഹ്മത്തുമുള്ള ആള് എന്ന് പറഞ്ഞപ്പോൾ അത് പരലോകത്തെ ഗുണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഇഹലോകത്ത് ഗുണം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, എല്ലാവരോടും ആ ഗുണം ബന്ധിച്ചിരിക്കുന്നു. എല്ലാവരോടും എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങൾക്കും അല്ലാത്തവർക്കും മറ്റു മൃഗങ്ങൾക്കും, മൃഗങ്ങൾ എന്നല്ല ജീവജാലങ്ങൾ എല്ലാറ്റിനും എന്നല്ല നിർജീവികൾക്കും എല്ലാറ്റിനും തങ്ങളുടെ ഗുണം ബന്ധിച്ചിരിക്കുന്നു. യഅ്ല ഇബ്നു മുർറ അസ്സഖഫി റളിയല്ലാഹു അൻഹു മഹാനരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുണ്ട്. സ്വഹാബിയാണ് മഹാനർ. ബൈനാ നഹ്നു നസീറു മഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മറന്ന ബി ബഈരിൻ യുസ്ക അലൈഹി. ഞങ്ങളിങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു, ഒരു യാത്ര. ആ സഞ്ചരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഒട്ടകത്തിൻ്റെ അടുത്തൂടെ പോയി. ഈ ഒട്ടകം വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒട്ടകം. ജലാശയങ്ങളിൽ കിടക്കുന്ന കുളമോ അല്ലെങ്കിൽ പുഴയോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയുള്ള വെള്ളം പുറത്തേക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി, വെള്ളമെടുക്കാൻ വേണ്ടി ഒട്ടകങ്ങളെ ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ കാളകളെ ഉപയോഗിച്ചിരുന്നതും ഉണ്ടായിരുന്നു എന്ന് പഴയകാല കഥകളിൽ, പഴയകാലത്തുണ്ടായിരുന്നല്ലോ. അതേപോലെ ഒട്ടകത്തെ ഉപയോഗിച്ച് വെള്ളം തേവുന്ന പരിപാടി. അപ്പം ആ രീതിയിലുള്ള ഒരു ഒട്ടകത്തെ കണ്ടു തങ്ങൾ. നന്നായി പണിയെടുക്കുകയാണ്. ഫലമ്മ റആഹു അൽ ബഈർ ജർജറ ഫവളഅ ജിറാനഹു. തങ്ങളെ കണ്ടപ്പോൾ ഈ ഒട്ടകം വല്ലാതെ ഒച്ചയിട്ടു, ശബ്ദം പുറപ്പെടുവിച്ചു. എന്നിട്ട് അതിൻ്റെ പെരടി താഴ്ത്തി തങ്ങളെ മുമ്പിൽ. ഫവഖഫ അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒട്ടകത്തിൻ്റെ അടുക്കൽ ഇങ്ങനെ നിന്നു. എന്നിട്ട് ഫഖാല, തങ്ങൾ ചോദിച്ചു, അയിന സാഹിബു ഹാദൽ ബഈർ, ഈ ഒട്ടകത്തിൻ്റെ ഉടമ ആരാണ്? ഫജാഅ, അപ്പോൾ ഉടമസ്ഥൻ വന്നു. ഫഖാല, അപ്പോൾ തങ്ങൾ പറഞ്ഞു, ബിഅ്നിഹി, എനിക്ക് വിൽക്കണം ഈ ഒട്ടകത്തിനെ, നിങ്ങൾ എനിക്ക് വിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നഹബുഹു ലക യാ റസൂലല്ലാഹ്, തങ്ങളെ വിൽക്കണ്ട, ഞങ്ങളത് തങ്ങൾക്ക് ഹിബത്തായിട്ട് തന്നേക്കാം. കാരണം തങ്ങൾ അള്ളാഹുവിൻ്റെ തിരുദൂതരല്ലേ. അപ്പം തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒട്ടകത്തെ അങ്ങേക്ക് ഹിബത്തായിട്ടൊരു സംഭാവനയായി തരാം. വൈന്നഹൂലി അഹ്ലി ബൈത്തിൻ മാലഹും മഈശത്തുൻ ഗൈറു. പിന്നെ ഒട്ടകത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഒരു വീട്ടുകാരുടെ ഒട്ടക. ആ വീട്ടുകാർക്ക് ജീവിത ഉപാധിയായിട്ട് ഇതല്ലാതെ വേറൊന്നുമില്ല. ആകെ അവരുടെ ഒരു വരുമാന മാർഗം ഈ ഒട്ടകത്തിനെ കൊണ്ട് പണിയെടുപ്പിച്ച് കിട്ടുന്നൊരു വരുമാനമാണ്. ഇത് ഒരു വീട്ടുകാരുടേതാണ് എന്നയാൾ ഉദ്ദേശിച്ചത് അവിടെ ഇമാമിങ്ങൾ വിശദീകരിച്ചത് കാണാം, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയുമാണെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പം തങ്ങൾ പറഞ്ഞു, അമാ ഇത് ദക്കർത്ത ഹാദാ മിൻ അംരിഹി, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളിപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ, അതിൻ്റെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ്, ഇതൊരു വീട്ടുകാരുടേതാണ്, നിങ്ങൾക്ക് വേറെ വരുമാനമില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ
നിങ്ങൾ ഈ ഒട്ടകത്തെ കാര്യമായി ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും വേണം. ഫഇന്നഹു ശക കസ്റത്തൽ അമലി വഖില്ലത്തൽ അലഫി, കാരണം അത് എന്നോട് പരാതി പറയുന്നത് പണി കൂടുതലാണ്, തീറ്റ കുറവാണ് എന്നാണ്. അതെന്നോട് പരാതി പറയാം, ഈ ഒട്ടകം നന്നായിട്ട് പണിയെടുക്കണം, ഇവിടെ ഭക്ഷണം കിട്ടുന്നില്ല എന്ന്. ഫഅഹ്സിനു ഇലൈഹി, അതുകൊണ്ട് ആ ഒട്ടകത്തിനോട് നിങ്ങൾ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തണം കേട്ടോ, വേണ്ടതൊക്കെ അതിന് കൊടുക്കണേ എന്ന് തങ്ങൾ പറഞ്ഞുപോയി. നിങ്ങൾക്ക് വിൽക്കാൻ കഴിയൂല, കാരണം നിങ്ങളുടെ ജീവിത ഉപാധിയാണ്, അതുകൊണ്ട് വിൽക്കണമെന്നില്ല. തങ്ങൾ വിൽക്കാനാണ് ആദ്യം പറഞ്ഞത്, കാരണം തങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നേരെ പരിപാലിക്കാമല്ലോ അതിനെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ തങ്ങൾ പറയാണ്, എന്നാൽ പിന്നെ നിങ്ങൾ അതിന് ഇഹ്സാൻ ചെയ്യണം, അതിന് വേണ്ടതൊക്കെ നിങ്ങൾ കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഇമാം ബഗ്വി റളിയല്ലാഹു അൻഹു, വിശ്വപ്രസിദ്ധനായ മുഹദ്ദിസായ ഇമാം ബഗ്വി തങ്ങൾ അവിടുത്തെ ശർഹു സുന്നയിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. ജമാദാത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെ, ജമാദാത്ത് എന്ന് പറഞ്ഞ നിർജീവികൾ, അവകളുടെ വിഷയത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു തങ്ങളുടെ കാരുണ്യം ജീവനില്ലാത്ത വസ്തുക്കളോട്. ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാമല്ലോ. ഇന്നംറഅത്തൻ മിനൽ അൻസാർ ഖാലത് ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അജ്അലു ലക ശൈഅൻ തഖഅദു അലൈഹി, തങ്ങൾക്ക് ഞാൻ ഒരു മിമ്പർ ഉണ്ടാക്കി തരാം. അപ്പം തങ്ങൾക്ക് ഖുതുബയൊക്കെ നിർവഹിക്കുമ്പോൾ അതുമായി ഇരിക്കാമല്ലോ. അപ്പം ഇന്നലി ഗുലാമൻ നജ്ജാറൻ, കാരണം എനിക്ക് നല്ലൊരു മരപ്പണി അറിയുന്ന ഒരു കുട്ടിയുണ്ട് ഇവിടെ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിത്തരാം തങ്ങളെ. അപ്പം തങ്ങൾ പറഞ്ഞു, ഇൻ ഷീത്തി, നീ അങ്ങനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യ്. അങ്ങനെ ഫഅമിലത്ത് ലഹു അൽ മിമ്പറ, ഒരു മിമ്പർ ആ സ്ത്രീ തങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചു. ഫലമ്മാക്കാന യൗമുൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസമായപ്പോൾ ഖഅദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൽ മിമ്പരി അല്ലദീ സുനിഅ, ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടതായ പുതിയ മിമ്പറിൻ്റെ മേലെ തങ്ങൾ ഇരുന്നു. അപ്പോൾ ഫസ്വാഹത്തിൻ നഖ്ല അല്ലത്തി കാന യഖ്തുബു ഇൻദഹാ, അപ്പോൾ അവിടെ ഒരു ഈത്തപ്പന മരമുട്ടിയുണ്ട്, അതിൻ്റെ അടുക്കലായിരുന്നു തങ്ങൾ നേരത്തെ ഖുതുബ ഓതിയിരുന്നത്. ആ ഈത്തപ്പന അത് വല്ലാതെ ഒച്ചയിട്ടു, അത് വല്ലാതെ കരയുന്നു. ഈത്തപ്പനയുടെ മുട്ടി, മരക്കുറ്റി, ഹത്താ കാദത്ത് അൻ തൻഷുക്ക, അതങ്ങോട്ട് പൊട്ടിപ്പോകുന്ന രീതിയിലേക്കായി, അത്രമാത്രം വലിയ കരച്ചിൽ, ഒച്ച. ഫനസല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ അഖദഹ ഫളമ്മഹ ഇലൈഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അതിനെ പിടിച്ച് തങ്ങളിലേക്ക് അണച്ചു കൂട്ടി. എന്നിട്ട് ഫജഅലത്ത് തഇന്നു അനീന സ്വബിയില്ലദീ യുസക്കത്തു, അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഒരു ചെറിയ കുട്ടി ഉമ്മയെ കാണാതെ കരയുന്നു. അപ്പോൾ ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് ഉമ്മ ഓടിച്ചെല്ലുന്നു. അപ്പോൾ ആ കുട്ടി എങ്ങനെ അണച്ചു പിടിക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടല്ലോ ഒരു ഏങ്ങിക്കരച്ചിൽ, ഒരു കരച്ചിൽ, വിങ്ങി കരയുന്നു. ആ രീതിയിൽ അതായി ഈത്തപ്പന മുട്ടി ഇങ്ങനെ വിങ്ങിക്കരയുന്നു. ഹത്തസ്തഖറത്ത്, പിന്നെ അതങ്ങനെ അങ്ങോട്ട് ആശ്വാസമായി. അത് അവിടെ നമുക്ക് കാണാം. ഫബക്കത്ത് അലാ മാ കാനത്ത് തസ്മഉ മിന ദിക്രി, ഇതിൻ്റെ അടുക്കലായിരുന്നല്ലോ നേരത്തെ ഖുതുബ ഓതിയിരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് ചേർന്നുകൊണ്ട് തങ്ങളെ കാല് അവിടെ പതിയുന്നു, ദിക്ർ അത് കേൾക്കുന്നു. അപ്പം അത് ഇപ്പോൾ നടക്കുന്നില്ലല്ലോ, അതിൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടല്ലോ എന്നതിൻ്റെ പേരിലാണത് കരയുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സംഭവമാണിത്. അപ്പോൾ നിർജീവികളായ വസ്തുക്കൾ അങ്ങനെ എത്രയോ ഉണ്ട് നമുക്കറിയാം. അത് അവരോടൊക്കെ തങ്ങളുടെ കാരുണ്യമുണ്ടായിരുന്നു. അവകൾക്ക് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. കല്ല് തങ്ങൾക്ക് സലാം പറഞ്ഞിരുന്നു. ചരൽക്കല്ലുകൾ തങ്ങളെ കയ്യിലിരിക്കുമ്പോൾ തസ്ബീഹ് ചൊല്ലുമായിരുന്നു. ഫീ കഫ്ഫിഹി സബ്ബഹത്
സുമ്മുൽ ഹസ അലനാ വൽജിദ്ഉ ഹന്നലഹു ഇദ് കാന യഖ്തതിബൂ. മഹാന്മാർ പറഞ്ഞു, ചരൽക്കല്ല് തങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ തസ്ബീഹ് ചൊല്ലും. ഈത്തപ്പന മരത്തിൻ്റെ മുട്ടി അതാ തങ്ങൾ ഇപ്പുറത്ത് മറ്റൊന്നിൽ ഖുത്ബ ഓതിയപ്പോൾ അതിങ്ങനെ ഏങ്ങിക്കരഞ്ഞു എന്ന് ഈ ബൈത്തിലും ഈ സംഭവമാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞതായ ചൊല്ലിയതായ ബൈത്തിലും ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ സംഭവം പറയുന്നു. കല്ല് തങ്ങളെ കയ്യിലെത്തുമ്പോൾ തസ്ബീഹ് ചൊല്ലുന്നു, അതും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. അപ്പം നിർജീവികളോട് തങ്ങളുടെ കാരുണ്യം വളരെ പ്രശസ്തമാണ്. മാത്രമല്ല അവകൾ തങ്ങളുടെ റിസാലത്തും നുബുവത്തൊക്കെ അംഗീകരിച്ചിരുന്നു എന്നും. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.